നമസ്കാരം. സാക്ഷാൽ പരമശിവന്റെ രുദ്രാവതാരമാണ് ഹനുമാൻ സ്വാമി. ചിരഞ്ജീവിയാണ് സ്വാമി. കാലചക്രത്തിന് അതീതനായി ഇന്നും നമുക്കിടയിൽ ഭഗവാൻ ജീവിക്കുന്നു എന്നതാണ് വാസ്തവം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. വായുപുത്രനായതിനാൽ തന്നെ വായുവേഗത്തിൽ കാര്യങ്ങൾ നടത്തി തരികയും ചെയ്യും. ഇതിനെല്ലാം ഉപരി തികഞ്ഞ ശ്രീരാമഭക്തനാണ് സ്വാമി എന്നതും പ്രത്യേകതയാകുന്നു. തൻ്റെ പ്രഭുവിൻ്റെ പേര് പറയുന്നിടത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ആ കാര്യം ഉറപ്പ് തന്നെയാണ്. ഭഗവാന്റെ പിറന്നാളാണ് വരുന്നത് എന്ന കാര്യം ഏവരും ഓർക്കുക. ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നതായ ദിവസം കൂടിയാണ് ഇന്നേ ദിവസം, അതായത് ഏപ്രിൽ 23 എന്ന ദിവസം. ചൈത്രമാസത്തിലെ ചോതിനാളിലാണ് ഭഗവാന്റെ പിറന്നാൾ നാടെങ്ങും ആഘോഷിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യപ്രദമായ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കുക. അതിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏവരും ഇന്നേ ദിവസം ഹനുമത് ക്ഷേത്രങ്ങളിൽ, അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു. ഇപ്രകാരം ദർശനം നടത്തുന്നതിലൂടെ പോലും സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം നോൺ വെജ് ആഹാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം മത്സ്യവും മാംസവും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇന്നേ ദിവസം ഒരിക്കലും സ്ത്രീകൾ കുളിക്കാതെ അടുക്കളയിൽ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ ഇന്നേ ദിവസം തീർച്ചയായും സ്ത്രീകൾ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുക. രാവിലെ 8 മുൻപായി തന്നെ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഹം ഹനുമതേ നമഃ എന്നാണ് മന്ത്രം. ഓം ഹം ഹനുമതേ നമഃ എന്നാണ് മന്ത്രം. ഓം ഹം ഹനുമതേ നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ്. ഇത്തരത്തിൽ ജപിച്ചാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ആ വീടുകളിലേക്ക് വന്നു ചേരൂ. കൂടാതെ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിച്ചതിന് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ശേഷം അടുക്കളയിലെ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. അതല്ല, നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അടുക്കളയിൽ ആദ്യം നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തയ്യാറാക്കേണ്ടത് മധുരമാണ്. മധുരം തയ്യാറാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക. ഈ മധുരം കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും അയൽ വീടുകളിലേക്ക് നൽകുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നാം വിട്ടുപോകാൻ പാടുള്ളതല്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്ന കാര്യമാകുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നാം ചെയ്യേണ്ടത്. ഇന്നേ ദിവസം പല വ്യക്തികളും സഹായം അഭ്യർത്ഥിച്ച് വന്നു എന്ന് വരാം. അത് ഭഗവാന്റെ കടാക്ഷമായി തന്നെ നാം കണക്കാക്കണം. അതിനാൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന സഹായം അവർക്ക് നൽകുക. ഒരിക്കലും അവരെ മടക്കി അയക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ ഇന്നേ ദിവസം നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല. അത് ഹനുമാൻ സ്വാമിയുടെ കോപത്തിന് കാരണമായി തീരും. അതിനാൽ ഇന്നേ ദിവസം കോപിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം സ്ത്രീകളുടെ മനസ്സും കുട്ടികളുടെ മനസ്സും നിങ്ങൾ ഒരു കാരണവശാലും വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. മുതിർന്നവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതിലൂടെ തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ കോപം ആ വീടുകളിൽ വന്നു ചേരും. പൂർണ്ണമായും ഒഴിവാക്കുക. കൂടാതെ ഇന്നേ ദിവസം അവരുടെ അനുഗ്രഹം, അതായത് മുതിർന്നവരുടെയും സ്ത്രീകളുടെയും അനുഗ്രഹം വാങ്ങുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് കഴിയാവുന്നത്ര തവണ രാമമന്ത്രം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ഹരേ രാമ ഹരേ രാമ എന്ന് നിത്യവും ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്.
ഇന്നേ ദിവസം ഏവരും ഈ മന്ത്രമെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ രാമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനം നിർബന്ധം തന്നെയാണ്. കാരണം ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരും. ചില നക്ഷത്രക്കാർ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തേണ്ടതാകുന്നു. അതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിന്റെ ഭാഗമായ ക്ഷേത്രപുരാണം 2.0 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക. പ്രത്യേകിച്ചും നടത്തേണ്ടതായ വഴിപാട് 2 കരിക്ക് ഭഗവാന് സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. അതോടൊപ്പം സിന്ദൂരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും തുളസിമാലയും വെറ്റിലമാലയും ഇന്നേ ദിവസം ഭഗവാന് ചാർത്തുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഈ വഴിപാടുകൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ മറ്റു വഴിപാടുകൾ നടത്താവുന്നതാണ്. ഇന്നേ ദിവസം ഒന്നിനും സാധിച്ചില്ല എങ്കിൽ 1 രൂപയെങ്കിലും തലയ്ക്കുഴിഞ്ഞ് സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം ആഹാരം കഴിക്കുമ്പോൾ ആദ്യം ഭഗവാനും ഗണപതി ഭഗവാനും സമർപ്പിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആ കാര്യം മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്ന കാര്യവും ഓർക്കുക. ഭദ്രദീപം തന്നെ തെളിയിച്ചോളൂ, സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക. കാരണം ഇപ്രകാരം ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നതിലൂടെ വായു വേഗത്തിലാണ് ഫലങ്ങൾ വന്നു ചേരുക എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം കറുത്ത വസ്ത്രം നിങ്ങൾ അണിയുവാൻ പാടുള്ളതല്ല. അത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. ഇനി ഇന്നേ ദിവസം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ കഴിയാവുന്നത്ര തവണ രാമമന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഞാൻ ഈ പറയുന്ന വസ്തു നിങ്ങളുടെ ശരീരത്തിൽ അണിയുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും ചില സവിശേഷമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ആഗ്രഹ സാഫല്യം വന്നു ചേരും എന്ന കാര്യമാണ്. കൂടാതെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. കൂടാതെ അനുഭവിക്കുന്നതായ പല രീതിയിലുള്ള ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. അണിയേണ്ടത് കുങ്കുമമാണ്. നിങ്ങൾ പ്രത്യേകിച്ചും ഹനുമത് ക്ഷേത്രങ്ങളിൽ നിന്നും പൂജിച്ച് കൊണ്ടുവന്ന കുങ്കുമം ഇന്നേ ദിവസം അണിയുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. എന്നാൽ ഇന്നേ ദിവസം അപ്രകാരം കൊണ്ടുവരുവാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ വീടുകളിലുള്ള കുങ്കുമം അണിയുക. എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന കുങ്കുമം അണിഞ്ഞ് രാവിലെയും അതേപോലെ സന്ധ്യയ്ക്കും വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം മത്സ്യവും മാംസവും ലഹരിയും പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ഹരേ രാമ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. രാമമന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല രീതിയിലുള്ള പാപങ്ങൾ ഒഴിവാക്കുവാനും സഹായകരമാണ്. ഇന്നേ ദിവസം തീർച്ചയായും കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ്. വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടത് തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം ശ്രീരാമജയം എന്ന് 108 തവണ എഴുതി പൂജാമുറിയിൽ സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം നോട്ട്ബുക്കിൽ 108 തവണ ശ്രീരാമജയം എഴുതി തുടങ്ങുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഹനുമത് ക്ഷേത്രങ്ങളിൽ ശനിദോഷം ഒഴിവാക്കുവാൻ നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ആ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വടമാല കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങൾ അകന്ന് പോവുക തന്നെ ചെയ്യും. കൂടാതെ സിന്ദൂരം ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഈ വഴിപാട് കൂടി ഓർത്തിരിക്കുക. ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും ഇന്നേ ദിവസം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.
ഏവർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.